10 years पहले एमबी की डेज में मैं और मेरा फ्रेंड अनस एक ही ड्रीम शेयर करते थे, कश्मीर। रील्स देखते थे, बातें करते थे और हमेशा बोलते थे वन डे पक्का जाएंगे। फिर लाइफ हैपेंड, करियर, रिस्पॉन्सिबिलिटीज, शादी, और वो ड्रीम थोड़ा सा पॉज पे चला गया। लास्ट मंथ अचानक से हमने डिसाइड किया, नॉट समडे, अभी। और एक 10 साल पुराना सपना फाइनली रियलिटी बन गया। कश्मीर के बीच खड़े होके उसके माउंटेन्स, रिवर्स और वो सुकून देखे के हमें समझ आया कि ये जर्नी सिर्फ एक प्लेस तक पहुंचने की नहीं थी, बल्कि एक ऐसी दोस्ती का सेलिब्रेशन थी जो टाइम के साथ और स्ट्रॉन्ग होती गई। ये सिर्फ एक ट्रिप नहीं, ये हमारा स्टोरी है। एंड दिस इज आवर जर्नी टू कश्मीर। I'm keeping this feeling just so you know. So finally the trip is out from the chat. അപ്പോൾ ഒരു ട്രിപ്പിൻ്റെ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ പാക്കിംഗ് ആണ്. അപ്പം പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഐ മേക്ക് എ ലിസ്റ്റ്. അതായത് നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ സാധനങ്ങൾ എടുക്കണം, എത്ര ദിവസത്തേക്കാണോ പോകുന്നത്, എത്ര ദിവസത്തേക്കുള്ള സാധനങ്ങൾ ഞാൻ 1 by 1 ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ഇങ്ങനെ എടുത്തു വയ്ക്കും. കാരണം എന്തെങ്കിലും ഒരു സാധനം അവിടെ പോയി മിസ്സായല്ലോ എന്നുള്ള ഒരു സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈക്ക് വൈസ് ഐ ഹാവ് മെയ്ഡ് എ ലിസ്റ്റ്. അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഈ എടുത്തു വെച്ചേക്കുന്നത്. ഈ ബെഡിലുള്ള സാധനങ്ങൾ മുഴുവൻ അങ്ങനെ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് ഇനി 1 by 1 ആയിട്ട് ഈ പെട്ടിയിൽ കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പം ഇതൊരു വിൻ്റർ ട്രിപ്പ് ആയത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ജാക്കറ്റ്സ് ആണ്. അപ്പോൾ ജാക്കറ്റ്സ് തന്നെ നല്ലൊരു സ്പേസ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഈ ട്രോളി ബാഗും പിന്നെ ഒരു നോർമൽ നമ്മുടെ ഇങ്ങനത്തെ ബാഗുമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ജാക്കറ്റ്സ് ഉണ്ട്, ദെൻ നൈറ്റ് വെയേഴ്സ് ഉണ്ട്, അല്ലാണ്ട് ഇടാവുന്ന ഡ്രസ്സുണ്ട്, ജീൻസ്, പാൻസ്, ഇന്നർവെയേഴ്സ്, ദെൻ സോക്സ്, പിന്നെ നമ്മുടെ ടോയ്ലറ്ററീസ്. ഇത് പിന്നെ നമ്മുടെ വീഡിയോ എടുക്കാവുന്ന സാധനങ്ങൾ, എക്യുപ്മെൻറ്റ്സ്, കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് കയറുന്നു. അപ്പം 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിങ്ങനെ വെച്ചാൽ തന്നെ പെട്ടി ഫുള്ളായി. ഇത് ചെറിയൊരു പണിയാണോ എന്ന് സംശയം. പണ്ടൊക്കെ നമ്മൾ ബാഗ് പാക്ക് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് താഴെ, അതായത് ഇപ്പം ഞാൻ വെച്ചത് ഇങ്ങനെയല്ല വെച്ചത്. അതായത് നമ്മൾ ബാഗ് ഇങ്ങനെ കമത്തി വെക്കുമ്പോൾ ഇതെല്ലാം മോളി വെക്കുന്ന പോലെ സ്റ്റാക്ക് ചെയ്ത്, എനിക്കൊന്ന് അങ്ങനെ വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്പേസ് കിട്ടുന്നത്. നമ്മൾ പക്ഷെ പണ്ട് തൊട്ട് ഡ്രസ്സ് വെക്കുന്നത് എങ്ങനെ താഴേന്ന്, ഇതിൻ്റെ താഴേന്ന് മോട്ടല്ല വെക്കുന്നത്. അപ്പം ഒത്തിരി സ്പേസ് ഒന്ന് പോകും. സോ ഇങ്ങനെ പാക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ നമ്മുടെ ട്രോളി ബാഗ് ഈസ് റെഡി. നമ്മുടെ ഹാൻഡ് ബാഗേജ് ഇതൊരെണ്ണം നമുക്ക് കൈ പിടിച്ചിട്ടുണ്ടാകും ഇൻ കേസ് എയർപോർട്ടിലൊക്കെ പോയി. നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ, ദെൻ ബാംഗ്ലൂർ നമുക്കൊരു ലേ ഓവർ ഉണ്ട്. അപ്പോൾ അവിടെ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ വെറുതെ തണുപ്പ് കൊള്ളുന്നുണ്ടല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ ആ സമയത്ത് യൂസ് ചെയ്യാം. അപ്പോൾ അത് കൈ പിടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ബാക്കിയുള്ള സാധനങ്ങൾ അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാക്കിംഗ്. സോ വി ആർ ഓൾ സെറ്റ്. അപ്പം ഇന്ന് വൈകിട്ട് രാത്രി 11 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഫ്രം ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ, ദെൻ ബാംഗ്ലൂർ ടു ശ്രീനഗർ. സോ വി ആർ ഓൾ സെറ്റ്. അപ്പം ബാക്കി പുറകെ. Alright, so we are finally at the airport. So ഞാൻ മുമ്പേ പറഞ്ഞ പോലെ finally the trip is out from the chat. So ഞങ്ങൾ രണ്ടുപേരും കൂടി, me and others were planning this trip for a long time, almost. അപ്പം
എത്ര വർഷമായി കാണും? 7. 6 അല്ല, കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടല്ലേ? 2016, ഇപ്പോൾ 2026, ഓൾമോസ്റ്റ് 10 ഇയേഴ്സ്. 10 years. അപ്പോൾ ഒരു ഡെക്കേഡ് ടൈം കൊണ്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണിത്. സോ ഒബ്വിയസ്ലി ഫ്രം ദി തംബ്നെയിൽ നമ്മൾ എവിടെ പോകുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ റൈറ്റ് നൗ ഇപ്പോൾ സമയത്തായി 9:30 ടൈം. 11 o'clock ഫ്ലൈറ്റ്. അപ്പം ഡിന്നർ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ എയർപോർട്ടിന് തൊട്ടപ്പുറത്തുള്ള ഒരു ഇറാനിൽ നിന്ന് കയറി ഷവർമ കഴിച്ചു. ആൻഡ് ദർ ആർ ലോട്ട് മെനി തിങ്സ് ടു ട്രൈ. കാശ്മീരി ഫുഡല്ല കുറേ, ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് ട്രൈ ചെയ്യാനുള്ള, അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. ബാക്കി ഓൺ ദ വേ ലെറ്റ്സ് സീ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കശ്മീർ വ്ളോഗ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു കശ്മീർ വ്ളോഗ്. I know that I find myself in time close to you, close to you. Find myself in time. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ നമുക്ക് 7 hour ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സിറ്റ് അടിച്ചിട്ട് ഒരു ഇലൈച്ചി ചായ. ബാംഗ്ലൂർ ചെറിയ തണുപ്പുണ്ട്. ചെറിയ തണുപ്പല്ല, നല്ല തണുപ്പ്. കൊള്ളാം. ചായ കൊള്ളാം. നല്ല ഈ തണുപ്പത്ത് കുടിക്കാൻ പറ്റുന്നില്ല ചായ. ഇലൈച്ചി ചായ, നമുക്ക് ചായ പോണ്ട്. ജസ്റ്റ് 140 rupees. 140 ഉണ്ടോ? 140. About 10 minutes before noon. Which ground is a very pleasant 13 degrees Celsius. I suggest pull your woolens out. It's going to be freezing cold out there as you exit the aircraft. We're going to commence our descent shortly, flying parallel to the Himalayas. Those of you sitting on the right-hand side especially, make use of your camera phones to its fullest, as you're going to have a beautiful view of the snow-clad mountains this morning. Thank you once again for flying with us. An absolute privilege to fly you to Sri this morning. I hope you're enjoying this experience, and we look forward to seeing you on board with friends and family on another Indigo aircraft in future. We'll leave you with feedback so that we can better our services the next time you fly with us. Or appreciate any of our crew members for their outstanding performance. Yeah, from my entire team, wishing you all a very pleasant stay ahead.
സോ ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ബോട്ട് ഹൗസ്. സോ അവിടുന്ന് വണ്ടി ഇറങ്ങിയിട്ട് ഷിക്കാര റൈഡ് എടുത്ത് വേണം ബോട്ട് ഹൗസിലേക്ക് വരാൻ. വാ, ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇത് ഓരോരോ റൂമുകളായിട്ടാണ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. First washroom, then you put the fill up the toilet. This is the washroom. I'm taking a video of yours, okay? Then light will come 24 inside. No light, light is I'm keeping this feeling just so you know. I know that I find myself in time close to you. Okay. And for dinner? For dinner is some chicken Mhm. and vegetable and chapati rice. Okay. Salad. I have heard about it. This Kashmiri harissa. What is it? Kashmiri harissa. हाँ. It is वो तो उधर मार्केट में बनता है. वो मॉर्निंग टाइम में होता है on the Okay. market, Okay. not here. Oh, okay. Morning time होता है, वो very tasty. Okay. Okay. Yeah. So for dinner we'll have this chicken, rice, and Yes, some yes. kind of bread. आपका नाम? Kadir Bhai, Kadir Bhai. Kadir. My name is Kadir. I am working in this board last 30 years. Oh. Yes. This is owned by you? No. I am working here. Okay. Fine. Another honorary mark. All right. What is Kashmiri kawa? Kashmiri kawa is very famous in Kashmir. I Okay. put some green cardamom and cinnamon, Okay. a little bit honey, Mhm. and some green tea. Okay. Put and some sugar, Mhm. little bit. Okay. And this Kashmiri kawa is famous in the Kashmir. All right. So then can I have some? Yes, you can taste some. All right. Hmm. Thank you. I put some cookies. You can sit it. Yeah. So I'm going to try Kashmiri kawa for the first time. Kashmiri kawa actually നമ്മുടെ ലിസ്റ്റിലൊരു ഫുഡ് ലിസ്റ്റിലുണ്ടായിരുന്നു ട്രൈ ചെയ്യാനായിട്ട്. സോ കശ്മീരി കാവ തന്നെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സംഭവം കൊള്ളാം കേട്ടോ. എല്ലാരും പറഞ്ഞു കേട്ടത് വെറുതെ അല്ല. കുറെ ഒരു സ്പൈസസിന്റെ ഒരു മിക്സും മധുരമാണ്. എനിക്കൊന്നു ഹണിയാണ്, ഷുഗർ അല്ല. ബട്ട് സംഭവം കൊള്ളാം. പറഞ്ഞു കേട്ട ഒരു ഹൈപ്പ്, വർത്ത് ദ ഹൈപ്പ്. അടിപൊളി. So let me enjoy my kawa. അങ്ങനെ ഫൈനലി നമ്മൾ ഇത്രയും നാളും പ്ലാൻ ചെയ്ത, ഒരു 1 month കൊണ്ട് പ്ലാൻ ചെയ്ത ആൻഡ് 10 years കൊണ്ട് ആഗ്രഹിച്ച കശ്മീർ ട്രിപ്പ് അങ്ങനെ ഒഫീഷ്യലി സ്റ്റാർട്ടഡ്. ഞങ്ങളിവിടെ കശ്മീർ എത്തി. കശ്മീർ എന്ന് പറഞ്ഞാൽ ശ്രീനഗർ ആണ് എത്തിയിരിക്കുന്നത്. ശ്രീനഗർ ആണ് മെയിൻ സ്പോട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പം ഫസ്റ്റ് ഡേ നമ്മളിവിടെ ഹൗസ് ബോട്ടിലാണ് താമസിക്കുന്നത്. അതാണ് ഇപ്പം പ്രീവിയസ് ഇതിൽ കണ്ടത്. നമ്മളിപ്പം മെയിൻ റോഡിൽ നിന്ന് ഒരു ചെറിയ ഷിക്കാര എടുത്ത് പുറത്ത് വന്നിട്ട് നമ്മുടെ ഹൗസ് ബോട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ലക്കിലി ഞങ്ങൾ താമസിക്കുന്ന ഈ ഹൗസ് ബോട്ടിൽ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ട് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി സോ മച്ച് ഫൺ. തണുപ്പെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അതായത് ഞാൻ എന്റെ വീഡിയോ എടുക്കാം. ഞാൻ ഈ തണുത്ത് കുറച്ചാൽ ഞാൻ ആ ഒരു എന്താ പറയാ ബാഗി ടീഷർട്ട് കിട്ടണോ വന്ന കാരണം അത് പ്രത്യേകിച്ച് മറ്റേ ഈ ജേഴ്സി പോലത്തെ ടൈപ്പ് തണുപ്പ് ഭയങ്കരമായിട്ട് അടിച്ചേർന്നു. ഒരു രക്ഷയില്ലാത്ത തണുപ്പാ. ബട്ട് ഇപ്പൊ ഒരു ഉച്ച 1:30 സമയം കഴിഞ്ഞേക്കുന്നതാണ് നമുക്ക് കുറച്ച് ബെയറബിൾ
തണുപ്പാണുള്ളത്. സ്റ്റിൽ ഈ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. ആൻഡ് റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു ഹാവ് ലഞ്ച്. ഇവിടുന്ന് ഇറങ്ങി ഇനി അടുത്ത ഷിക്കാരെ വിളിച്ചപ്പുറത്ത് പോയിട്ട് നമ്മുടെ ഡ്രൈവർ വിൽ ബി വെയിറ്റിംഗ് ദയർ. അവിടെ നമ്മൾ ഫസ്റ്റ് കശ്മീരി ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് വസ്വാൻ താലി. സോ റൈറ്റ് നൗ വി ആർ ലീവിംഗ് ടു ദ റെസ്റ്റോറന്റ്. ആൻഡ് നമ്മുടെ ഫസ്റ്റ്, ഞാൻ പറഞ്ഞു വന്നതാണ്, ഫസ്റ്റ് കശ്മീരി ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ. അപ്പൊ ഞാനൊരു ചാറ്റ് ജിപിറ്റിയിലൊക്കെ നോക്കി കുറെ ലിസ്റ്റ് ഓഫ് ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, ഫുഡ് ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് ഐറ്റം ആണ് വസ്വാൻ താലി. അപ്പൊ അത് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദി മേജർ ഫുഡാണെന്ന് പറഞ്ഞത്. താലി മീൽസ് പോലത്തെ ബട്ട് കുറച്ച് കശ്മീരി ഡിഷസ് ഒക്കെ ചേർന്നിട്ടുള്ള സംഭവം. അപ്പം ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകും. അത് കഴിഞ്ഞിട്ടായിരിക്കും സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. അപ്പം ഇന്നത്തെ പരിപാടി അത്രയേ ഉള്ളൂ. ഇവിടെ മുഗൾ ഗാർഡൻ അങ്ങനെ എന്തൊക്കെ കാണാൻ പോകുന്നുണ്ട്. ദെൻ ഈവനിങ് നമുക്ക് 1 hour ഷിക്കാര റൈഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വിത്ത് ബാക്ക് ഇൻ ദ ഹൗസ് ബോട്ട്. സോ അനസ് ഈസ് ഓൾമോസ്റ്റ് റെഡി. അനസ് ഈസ് ഓൾ സെറ്റ്. അവിടുന്ന് റെഡിയായി വന്ന ഇതിലാണ്. ഞാൻ അവിടുന്ന് ആ ടീഷർട്ട് കൊണ്ട് വന്നാണ് എനിക്കിത് മാറേണ്ടി വന്നു. പറ്റുന്നില്ല, പുള്ളിക്കൊന്നും പറ്റുന്നില്ല, തണുപ്പ് പറ്റുന്നില്ല, ശ്വാസം മുട്ട്. ഇനി ഒരു അടുത്തുള്ള ശ്വാസം ഹോസ്പിറ്റലൊക്കെ നോക്കി വെക്കണം. ശ്വാസം മുട്ടിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. ശ്വാസം മുട്ടൊക്കെ വരാൻ പോകുന്നു. ആകെ മൊത്തം അപ്പൊ യവനെ ആയിട്ടില്ല. യവനെ കൊണ്ട് വന്നത് ആകെ മൊത്തം ഒരു എന്താ പറയാ. പിന്നെ കുഴപ്പമില്ല, പോട്ട്, കൂട്ടുകാരനെ ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റും. നോക്കാം. വൈകുന്നേരം വരെ സമയമുണ്ടോ? നമുക്ക് ആരെ വീഴും നോക്കാം. ഭയങ്കര തൊണ്ടോ. ശ്വാസം വിടറാ, ബ്രീത്ത് ഇഷ്യൂ ഉണ്ട്. സോ ഞങ്ങളപ്പം പോയിട്ട് വരാം. യെസ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഷിക്കാരയിൽ കയറി. അപ്പുറത്തേക്ക് വേണം, ഡ്രൈവറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ലഞ്ച് കഴിക്കാൻ പോണം. സോ ലെറ്റ്സ് ഗോ ഓൺ ട്രൈ അവർ വസ്വാൻ താലി, ദ ഫസ്റ്റ് കശ്മീരി ഡിഷ്. I'm keeping this feeling just so you know. I know that That's it. So could you please explain what all these things are? Tabak mas, Mhm. tabak mas, So this is mutton. sab time. Oh, some mutton time. That's mas, seek kebab, Uh-huh. methi. Okay. This stuff is chicken, Nasa mutton. mutton. Mutton ball. Okay. Oh. This stuff, bougainvillea. What time? ഇതാണ് റോഗൻ ജോസ്. റൈറ്റ്. വസ്വാൻ താലി എന്ന് പറയുന്നത് മൊത്തം മട്ടൺ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. എല്ലാം മട്ടൺ ഐറ്റംസ് ആണ്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് കഴിക്കാൻ വേണ്ടി കാശ്മീർ വരേണ്ടി വരും. വസ്വാൻ താലിയാണ് അപ്പൊ അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത. ഇഷ്ടപ്പെട്ടു, അടിപൊളി. മൊത്തം മട്ടന്റെ ഐറ്റംസ് ആണ്. ആൻഡ് ആ ടേസ്റ്റ്. ഈ ഇതിന്റെ ഗ്രേവി, ഇതിന്റെ പേരെന്താ ഞാൻ പറഞ്ഞു, പക്ഷെ ഇതിന്റെ ഗ്രേവി കഴിക്കുമ്പോൾ നമുക്ക് മറ്റേ സാധനത്തിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. മലായി ടിക്ക ഒക്കെ കഴിക്കുന്ന പോലത്തെ അങ്ങനത്തെ ടേസ്റ്റ്. ചൂടത്ത് നല്ല റൈസും മട്ടൻ കറീസ്. കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ് മട്ടൻ തായ് അല്ലേ, താലി. വസ്വാൻ താലി. താലി ഈ വസ്വാൻ എന്ന് പറഞ്ഞാൽ മട്ടനാണോന്ന് അറിയത്തില്ല. അവരുടെ ലാംഗ്വേജ്. സൈഡ് ഡിഷ് പോലെ ഒരു സാലഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ഗുഡ്.
നല്ല വിശന്നിട്ടും അറിയില്ല. ജെറില് നല്ല അന്തസ്സായിട്ട് കഴിക്കുന്നത്. പകുതി പ്ലേറ്റ് കംപ്ലീറ്റ് ചെയ്യും. നോക്കുന്ന പോലും ഇല്ല പുള്ളി. മാതിരി വിശപ്പുണ്ടായി. സോ ഞങ്ങൾ വസ്വാൻ താലി കഴിച്ചിട്ട് ഇറങ്ങി. അടിപൊളിയായിരുന്നു. കാരണം ഞാൻ അങ്ങനെ യൂഷ്വലി മട്ടന്റെ വലിയൊരു ഫാൻ അല്ല. ബട്ട് ഇത് കഴിച്ചിട്ട് ഐ റിയലി ലൈക്ഡ് ഇറ്റ്. ബട്ട് യൂഷ്വലി ഞാൻ മട്ടന്റെ വലിയ ഫാനാണ്. ബട്ട് ടേസ്റ്റ് ഒരു രക്ഷയില്ല. കാശ്മീർ നിങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും സ്ഥലത്തിന്റെ പേര് കരീം റെസ്റ്റോറന്റ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അമേസിങ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അതാണ് എന്റെ പ്രത്യേകത. സോ ഇഫ് യു കമ്മിങ് ടു കശ്മീർ, ദ ഫസ്റ്റ് തിങ് ടു ട്രൈ ഈസ് വസ്വാൻ താലി. അപ്പം നമ്മളിനി സൈറ്റ് സീയിങ്ങിന് പോവാണ്. ഇത് കഴിഞ്ഞിട്ട് മുഗൾ ഗാർഡൻ അങ്ങനെ സംതിങ് എന്തൊക്കെയോ ഉണ്ട്. അപ്പം ലെറ്റ്സ് ഗോ ആൻഡ് സീ അവിടെ എന്താ ഉള്ളത്. സോ ഞങ്ങളിവിടെ പരീമഹൽ എന്ന് പറയുന്നൊരു പാലസ് പോലത്തെ സെറ്റപ്പാണ്. പക്ഷെ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഫുൾ ബ്യൂട്ടിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. It should be the trees, plants, or the buildings, or infrastructure, whatever it is. Everything looks absolutely stunning and beautiful. തണുപ്പുണ്ട്, ബട്ട് സൺലൈറ്റും കൂടി ഉള്ള കാരണം ബെയറബിൾ തണുപ്പാണ്. I'm keeping this feeling just so you know. I know that I find myself in time close to you, close to you. Find myself in time close. അങ്ങനെ ഞങ്ങൾ നടന്ന് പരീമഹലിൽ നിന്നും മുഗൾ ഗാർഡനിലെത്തി. അതിനുണ്ട് എന്റെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ്, ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് കാശ്മീരിൽ വന്ന് അതൊക്കെ അവിടെ എന്തൊക്കെ
നമുക്ക് സ്റ്റാർട്ട് പറ. ചെയ്യാം. യെസ് ജെറി. കോഫി കോഫി വിത്ത് വിത്ത് അതെ ജെറി. യെസ്. കോഫി ഇല്ല, പക്ഷെ കശ്മീരിന്റെ കൊടും തണുപ്പത്ത് ഒരു കോഫി കൂടെ ഉണ്ടാകാൻ അടിപൊളിയായിരുന്നു. അടിപൊളിയായേനെ. മറ്റേ ആ കാവ കിട്ടുക ഉള്ളത്. ഇനി ഇവിടെ നിന്ന് കാവ കുടി. കാവ നൈസ് ആയിരുന്നു. അതെ. റൂമിൽ വന്നപ്പോഴേക്ക് Yeah. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇട്ടത് കാവയായിരുന്നു. രാത്രി റൂമിൽ നല്ലൊരു ചെല്ലുമ്പോൾ എക്സ്പീരിയൻസ്. പുള്ളിയോട് ചോദിക്കാം ഇട്ടാരാവും. ഇനി പറ. യെസ് അൻസ് അബ്ദുൽ കലാം പറയും നിങ്ങളുടെ കശ്മീർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഒരുപാട് നാളത്തെ ഒരു 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉം. പറയണ 10 എക്സ്പീരിയൻസാ? 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് പറയുന്ന കണക്ക് എനിക്ക് പറയണമെന്നുണ്ട്. ഓക്കെ. ജസ്റ്റ് വൺ ഡേ നെയ്പ്പതാ എന്തോ ചെയ്യും. ഓക്കെ പറ. ഒരു വൺ ഡേ എക്സ്പീരിയൻസ് കാര്യമായിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞത്. അപ്പൊ വാഷ്റൂം എന്ത് ചെയ്യാൻ പറ്റും, കഴിവുള്ളവരെ സമ്മതിക്കുന്നില്ല. ഇവിടെ ഏതൊരു ലൊക്കേഷനിൽ പോയാലും നമുക്ക് ജസ്റ്റ് ക്യാമറ വെച്ച് നമ്മൾ അതിന്റെ ഒരു ഫ്രെയിം നോക്കി കഴിഞ്ഞാൽ എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. എവിടെ ഏത് പ്ലേസിൽ പോയി കഴിഞ്ഞാലും അതെ ആ ഒരു എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് നമ്മളങ്ങനെ ഒരു സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് ഫ്രെയിം നോക്കി, ഇതിപ്പോ എങ്ങോട്ട് തിരിച്ചു വെച്ചാലും നല്ല ഫ്രെയിമാണ്. അതൊരു ഗുഡ് എക്സ്പീരിയൻസ്. നമ്മൾ ഇരിക്കുന്ന കല്ല് പോലും നല്ല ഐസ് കട്ട പോലെ നടത്തിരിക്കുക. ആൻഡ് ഇവിടെ ഇരിക്കുമ്പം നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ മൊത്തം മൗണ്ടൻസ് ആണ്. നല്ല രസമുണ്ട് കാണാൻ. അത് ഇവിടെ ഇങ്ങനെ വെറുതെ വന്നിട്ട് കുറെ നേരം നോക്കി ഇരുന്നാൽ നല്ല രസമായിരിക്കില്ല. ലോക്കൽ ടൂറിസം അത്യാവശ്യം നല്ല രീതിക്ക് കാശ്മീരിലുണ്ട്. അതെ. ഒരു ഇന്റർനാഷണൽ ലെവൽ അങ്ങനെയുള്ള സംഭവം, ഈവൻ വർക്കലയാണെങ്കിലും ബീച്ച് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ എന്താ പറയുക ഫോറിൻസ് കൂടുതലുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ ലോക്കൽ ടൂറിസം അത്യാവശ്യം നല്ല പോലെ ഉണ്ട്. പിന്നെ ഒത്തിരി ക്രൗഡല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രൈവസി ഫ്രീ ആണ്. നല്ല ചിൽ മൂഡായിട്ട് വന്ന് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് ചില്ല് ചെയ്ത് പൊളിച്ച് കുറെ ഡേയ്സ് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന നൈസ് പ്ലേസ് ആണ്. ഒരു 8 years അല്ലെങ്കിൽ 10 years നമ്മൾ വെയിറ്റ് ചെയ്ത് വന്നതിന് ഒരു ഭയങ്കര റിസൾട്ട് കിട്ടി. ഇത് പിന്നെ ഒരു അൺപ്ലാൻ ട്രിപ്പ് ആയിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും നാളത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എല്ലാരും കശ്മീർ ഒരു തവണയെങ്കിലും, കാരണം മറ്റേ ആ ഫ്ലൈറ്റ് ഇറങ്ങുന്ന ആ സമയത്ത് ആ ഒരു ഹിമാലയൻ വ്യൂ സൺലൈറ്റ് അടിച്ച് ആ ഒരു ഗോൾഡ് കളറില് ആ മൗണ്ടൻ വന്നിരിക്കും. നമ്മൾ ആ ടിവിയിലും സിനിമയിലൊക്കെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ നേരിട്ട് കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ്. കുറെ റീൽസ് കണ്ടതിലല്ല ലൈക്ക് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താ പറയാ ഹൈപ്പ് കൊടുക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ മനസ്സിലത് ലൈവായിട്ട് നമുക്ക് കിട്ടുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഭയങ്കര ഹെവിയാണ്. ആൻഡ് ആ ഒരു ഫ്ലൈറ്റ് ഫുള്ളുള്ള ആൾക്കാരും ഇത് കാണാണ്ട് വരുന്ന ആൾക്കാരായ കാരണം. ആൻഡ് മറ്റേ അയാളുടെ പേരെന്താ നമ്മുടെ ഫ്ലൈറ്റിൽ നമ്മളിങ്ങോട്ട് വരുമ്പോ ബാംഗ്ലൂരിലെ ടെക്കാണ് കേട്ടോ. പുള്ളിക്കാരൻ കശ്മീർ നേറ്റീവ് ആണ്. ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് റെസെപ്റ്റീവ്. അതായത് അവരുടെ നാട് കാണാൻ വരുന്നു എന്നുള്ള ആ ഒരു അത്രയും നമ്മളെ വെൽക്കമിങ് ആയിട്ടുള്ള. അതെ, എല്ലാ കാര്യം പറയും നിങ്ങൾ അവിടെ പോയി കാണണം, ഇത് കാണണം, അത് കാണുന്നത്. എന്റെ എയർപോർട്ടിൽ നിന്ന് പോകുന്നിടം വരെ നമ്മുടെ അടുത്ത് ടാറ്റ ബൈബേക്ക് പറഞ്ഞ നമ്പർ വരെ തന്നിട്ടാ പോയത്. അപ്പൊ എന്തുകൊണ്ടും എനിക്ക് കശ്മീർ തുടക്കം ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. പിന്നെ മെമ്മറീസ് എന്താ പറയാ പഴയ മെമ്മറീസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇത്. പഴയ മെമ്മറി ഇല്ല പറയാ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന മെമ്മറീസ് അങ്ങനെ പല കാര്യം. ഇതിനൊക്കെ മെമ്മറി ഒന്നും ഇല്ല, ഇനി എല്ലാം മറന്നു പോകുന്നതാണ്. ഇവിടെ നിന്ന് എത്ര പഴയ കാര്യങ്ങൾ ഇത്ര നേരം കശ്മീരിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പഴയ മെമ്മറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി പണ്ടൊരിക്കൽ കാറിലിരുന്ന് എന്തൊക്കെ മെമ്മറീസോടാ താൻ പറഞ്ഞത്. ഏത് മെമ്മറി? ഇതൊക്കെ ചുമ്മാ കേട്ടോ. ഇതുപോലെ സ്വിച്ച് ചെയ്ത് സംസാരിക്കാൻ കഴിവുള്ള എന്റെ വേറെ ഒരു ഫ്രണ്ട് എന്റെ കൂടെ. അതെ അതെ, എന്റെ കൂടെ ഇല്ല. ഇത്രയും കാപ്പബിലിറ്റി ഉള്ള ഒരു തെണ്ടി യവനേ ഉള്ളൂ. രാത്രി നോക്കി ഉറങ്ങി കഴിയും തലേ വെള്ളം കോരി ഒഴിക്കും. ഇവിടെ നമുക്ക് ഒരാളെ ഉപദ്രവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പണിയായിരിക്കും ഉടുപ്പിനെ തുണ്ട് വെള്ളം വെച്ച് ഒഴിച്ചു കൊടുക്കുക. അതോടെ തീരുമാനമാവും. അപ്പൊ നമ്മളിനി ഇവിടുന്ന് ഇനി ഇറങ്ങി അടുത്ത സ്പോട്ടിൽ പോകണം. പിന്നെ ഷിക്കാര റൈഡ് ഉണ്ടാവും. അപ്പോ സമയം 4:30 ആയെങ്കിലും പക്ഷെ ഒരു നമ്മൾ കൂൾ ഗ്ലാസ് വെച്ചിട്ട് തോന്നുന്നായിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഷിക്കാര റൈഡിന് പോയിട്ട് അവിടെ വെച്ചാൽ ബൈ. സോ രണ്ടാമത്തെ കാവ മേടിച്ച്, ഈ കാവയ്ക്കകത്ത് ബദാം ഇട്ടിട്ടുണ്ട്. കാവ ഇട്ട ബദാം ഇട്ട കാവ. So this is our second kawa from Srinagar. कश्मीरी केसर कहवा जो पीता है करता है वाहवा. कश्मीरी केसर कहवा जो पीता है करता है वाहवा.
हाँ, कश्मीर का फेमस कहवा। अच्छा हाँ, ये चश्मा शाही का शाही कहवा है। Okay. इसको मुगल ने बनाया था अपने हाथों से। എന്താ ലാസ്റ്റ് വാവാ മൊത്തം മനസ്സിലായി. എല്ലാവരും ജെന്റിൽമാൻ. നമുക്കൊരു കാര്യങ്ങൾ തരുന്നതാണെങ്കിലും അവർ നമ്മളായിട്ട് नहीं तो बोल दो, नहीं तो बोल। ഭയങ്കര പ്രൊഫഷണലി നമുക്ക് feel याद ചെയ്യും. नहीं मैं क्या അല്ലേ? ताश करा। അത് നമുക്ക് ഇട്ടപ്പോ കുറച്ച് ടേസ്റ്റ് കൂടി വന്നു. കുറച്ച് ചൂട് കിട്ടിയപ്പോ ഉയിര്. So this is our second kava from Srinagar. അബദ്ധത്തിന് വെള്ളത്തിലൊന്ന് കൈയിട്ട് പോയി ഐസ് കെട്ട പോലെ ആയി കൈ. അയ്യോ, വെറുതെ ഒരു ഫോട്ടോ എടുക്കാണ്ട് കൈയിട്ടാവും. ഈ ശരി ദാലിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് കെട്ടാന്നില്ലാണോ മീനിങ് അറിയത്തില്ല കേട്ടോ. അമ്മാതിരി തണുപ്പ് വെള്ളത്തിന് കൈ. ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കൈ വെള്ളത്തിട്ട് കുറെ നേരം, പക്ഷെ കൈ ഇപ്പോഴും ഐസ് പൊഴിക്കുക. അങ്ങനെ അനസിന്റെ കശ്മീർ ഇവിടെ അവസാനിക്കുകയാണ്. പവനായി ശവമായി എന്ന് പറയുന്ന പോലെ എന്തൊക്കെയായിരുന്നു. എന്തിനാണ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യിപ്പിക്കുന്നത്? അയ്യോ, നാണമില്ലടാ. ആക്ട് ചെയ്യിപ്പിക്കല്ലേ? നാണമില്ലടാ. ആക്ട് ചെയ്യണ നീ പുറത്തൊക്കെ മാറ്റ മാറ്റാം. Why not? മാറ്റി. എണീക്ക എണീക്ക്. എന്നിട്ട് കുളി. ആ. ഇത് മാറ്റണോ? മാറ്റണോ? ജാക്കറ്റ് മാറ്റണോ? മാറ്റ മാറ്റ ജാക്കറ്റ് മാറ്റൂല. ജാക്കറ്റ് കൊണ്ടുപോയി കുളിക്കണേ. So we are about to have the dinner today with Khader Bhai. So Khader Bhai will Say explain. hi. Yeah. Khader Bhai will explain what all things he cooked for us today. Yeah. This is some chapatis. Okay. Mm-hmm. Wow. This. And this is the dal. And Chicken curry. Wow. Chicken curry. That's great. Uh-huh. Khader bhai अच्छा cook है. Aloo matar. Potato and Okay. peas. Spoon here. Huh? Okay. And some cauliflower. Oh. Delicious. Nice. Delicious. No, delicious. Some water. Huh? Water, and you have kava also, right? This one. Oh. Yes. Kava is a highlight of Kashmir, I guess. I really liked it. Sit out. Huh? Yeah, sure. Let me wash my hands and come. You can hand wash. Huh? Okay, come. We have already had some stuff. Huh? Come and sit with us. No. That's fine. Yeah. No, we have time. Come, we'll No. Sit. No issue. ലെഗ് പീസ് ഞാൻ വേണമെന്ന് പറയാനും തരത്തില്ല. I put the kahwa in later. Kahwa. I want to try now. Okay. So, Khader Bhai, Hmm? you should also come to Kerala. Kerala is also a good place. God's Yes. own country. You know that, right? Kerala is a very nice state. Yeah. India. Have you heard about Munnar? Yes. And knowledge people there, very knowledge there. And disciplined people. നല്ല ചിക്കൻ കറി. Rather than UP and अच्छा चिकन करी है. अच्छा अच्छा. ये घर की तरह बनते हैं. It's like home made. Yeah. And You also, cooked it, right? I don't know, cook we have already You made. have a brown. Fine. Thank you so much. I think you want the cover? What is that? It's some pickle.
Look at this pickle, yes. താങ്ക് യു. So tomorrow morning we will get the breakfast as well, right? Tomorrow morning, what time you want the breakfast? By 9 o'clock we have to leave. So by 8:30, 8:30, yes. 8:30. what will be the breakfast then? Breakfast, omelette, you like omelette? Hmm. Omelette and bread omelette and some upma. And tea, ഓക്കെ, ഗ്രേറ്റ്. milk tea. You want milk tea? Yeah. Some sugar mix. I'm keeping this feeling just so you know. I know that I find myself in time close to you, close to you. Find myself in time close. कैसे तेरी खुद गर्जी, ना धूप चुने ना छाँव, कैसे तेरी खुद गर्जी, किसी ठोर टिके ना पाँव, कैसे तेरी खुद गर्जी. कल कहाँ जाना आपको? कल कहाँ जाना आपको? कल कल का night था? कल का नाइट हम इधर से नहीं है. गुलमर्ग. ओ, कल तो आप हाँ, हाँ. कल जाना बर्फ पे जाना है. सबसे രാവിലെ 7 മണിയാണ് സമയം. ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. വെട്ടം കുറച്ച് കുറവാ. 7:15 സമയം. പക്ഷെ ഒരു 6 മണിയൊക്കെ ആയ പോലെ അത്ര വെട്ടം വന്നിട്ടില്ല. തണുപ്പെന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു തണുപ്പ് ഇത്രയും തണുപ്പ് എനിക്ക് തോന്നുന്നു ഞാൻ ഇറ്റ്സ് ഫസ്റ്റ് ടൈം ഇത്രയൊരു തണുപ്പ് ഫീൽ ചെയ്യുമ്പോ. റൂമിൽ നമുക്ക് ആ ഒരു ഹീറ്റർ പോലത്തെ സാധനമുള്ള കാരണം ഒത്തിരി തണുപ്പ് ഫീൽ ചെയ്തില്ല. പക്ഷെ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി, അതായത് ആ ഹൗസ് ബോട്ടിനകത്ത് തന്നെ നമ്മുടെ റൂമിന് വെളിയിലേക്ക് ഇറങ്ങിയാൽ പിന്നെ തണുപ്പ AC ഒക്കെ ഒരു 16 ഇട്ട ഒരു ഫീലാണ്.
അയ്യോ, ഇപ്പൊ ഈ ലേക്കിനകത്ത് വെള്ളത്തിലയ്ക്കുന്ന രച്ച ചെയ്യാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഫണി തിങ്, ഈ ഗ്ലൗസിന്റെ ഈ ഫിംഗർ ശരിക്കും ചേച്ചിയുടെയാണ് ഈ ഗ്ലൗസ്. അത് ഇതിന്റെ അറ്റം കട്ട് ചെയ്തേക്കുന്ന ഫോൺ സ്ലൈഡ് ചെയ്യാൻ വേണ്ടിട്ടാ. അവിടെ ആരും തെറ്റിയിരിക്കരുത്, എന്റെ ഗ്ലൗസിന് അറ്റം കീറിയിരിക്കുമെന്ന് വിചാരിക്കില്ല. പുറത്ത് നിൽക്കാൻ പോയി ഞാൻ ഇവിടെ ഇതൊന്ന് കാണിക്കാൻ ഇറങ്ങി. അപ്പം ഇന്ന് നമ്മളിനി ഗുൽമാർഗിനായിരിക്കും പോകുന്നത്. ഗുൽമാർഗില് ഗണ്ടോല റൈഡൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് കുളിക്കുന്നതും അറ്റ്ലീസ്റ്റ് മുഖം കഴുകുന്ന കാര്യം പോലും ഡൗട്ടാ. ഖാദർബായ് എഴുന്നിട്ടുണ്ട്. നമുക്കപ്പോ ഇന്ന് 9 മണിക്കാണ് പോകണ്ടേ. 8:30 ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി തരാം. അത് പറഞ്ഞിട്ടുണ്ട് ഖാദർബായ്. അപ്പൊ ശരിക്കും പറഞ്ഞൊരു കാവ കിട്ടുമായിരുന്നു, നല്ലായിരുന്നു. കാവയ്ക്ക് അഡിക്റ്റ് ആയി ഞാൻ. പോകുന്നേരം കാവയുടെ പൗഡർ കിട്ടുമോ നമ്മുടെ മേടിച്ചിട്ട് വേണം പോരാ. I'm keeping this feeling just so you know. I know that I find myself in time close to you, close to you. Find myself in time close. സോ നമ്മുടെ ഹൗസ് ബോട്ടിൽ സ്റ്റേ കഴിഞ്ഞ് വി ആർ ലീവിംഗ് ഫ്രം ഹിയർ ആൻഡ് our stay was arranged by Khader Bhaiya. So next time, if someone wants to visit Kashmir, you can contact Khader Bhaiya. You can contact me, so I'll share his contact with you guys. So that's day 1 at Srinagar. With that, we are winding up. Say bye. Yes. Okay. Bye. Salam bhai. Okay. Thank you so Have a much. nice day. Yeah. Very much confused. But you get it. Yes. What are they doing? I saw two people.